ഗൈസ് വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസുള്ള വെറൈറ്റി ഉള്ള ഒരു വീഡിയോ ആണ്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സോൺ അതോട് പിങ്ക് ഡയമണ്ട് സ്റ്റോറും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. സോ ഇത് 100% കൺഫേം ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്, എന്നാണ് വരാൻ പോകുന്നതെന്നെല്ലാം ഗൈസ് നമ്മൾ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ സ്റ്റോറിനകത്തും കുറേ അധികം ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സോ നൈസുള്ള കുറേ ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഐറ്റംസ് ആണ് വരാൻ പോകുന്നത് നമ്മൾ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ദീപാവലി കാർണിവൽ ഇവന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ദീപാവലി കാർണിവൽ ഇവന്റ് വഴിട്ട് തന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്, ഫുൾ ലെജൻഡറി ഐറ്റംസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. സോ അതിനെക്കുറിച്ച് എല്ലാം ഗീസപ്പ് നമ്മൾ നോക്കുന്നുണ്ട്. എന്നാണ് വരാൻ പോകുന്നതെന്നും ഗീസപ്പ് നമ്മൾ നോക്കുന്നതാണ്. റെഡ് ബണ്ണി ഇവന്റിൽ വരാൻ പോകുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. കൺഫേം ഡേറ്റ് ഗീസപ്പ് നമ്മൾ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ടുണൈറ്റ് അപ്ഡേറ്റിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. ഗീസ് നാളെ നമ്മുടെ ഇന്ത്യൻ സോണതോട് എന്ത് മാറ്റമാണ്, പുതിയതായിട്ട് എന്ത് ഇവന്റ് ആണ് വരാൻ പോകുന്നത് നോക്കുന്നുണ്ട്. ഗീസപ്പ് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ പോയി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അധികം പറഞ്ഞില്ല, അവതരിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ. പുതിയതായിട്ട് വരാൻ പോകുന്ന ബണ്ണി റോയൽ ആണ് വേണ്ടി ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണോ വരാൻ വേണ്ടി പോകുന്നത്, സെയിം സാധനമായിരിക്കും നമ്മുടെ ഇന്ത്യൻ സോണതോട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഗൈസ്, ഇങ്ങനത്തെ ഒരു ബണ്ണി റോയൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഐറ്റംസ് ആണ്. സോ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ G36ന്റെ ഒരു സ്കിന്നാണ്, രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ ആണ്, മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാക്ക് പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും എവിടെയാണ് നമ്മുടെ റെഡ് ബണ്ണി ബണ്ടിൽ എന്ന് പറയുന്ന ആ ഒരു സാധനം ഒന്ന്. ഓക്കെ ഗൈസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നമുക്ക് 2 ഇവന്റ് വരെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ 3 സാധനങ്ങൾ, അതായത് നമ്മുടെ റെഡ് ബണ്ണി ബണ്ടിലിന്റെ ഈ 3 സാധനങ്ങൾ ഈ റോയൽ വരിട്ടും നമ്മുടെ മെയിൻ ബണ്ടി ബണ്ടിൽ റിലീസും നമ്മുടെ റെഡ് ബണ്ണി ബണ്ടിൽ. ഓക്കെ സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ടോക്കൺ ഡീൽ ഇവന്റ് വരെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സോ ഇതാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഓക്കെ രണ്ടും ഡിസംബർ 2 ഇവന്റ് വരിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഗേസ് ഈ ഒരു റോയൽ വരാൻ വേണ്ടിയിട്ട് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഡിസംബർ 4-ാം തീയതി ആയിരിക്കും. ഗേസ് ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക, അതായത് ഡിസംബർ ഒക്ടോബർ 4-ാം തീയതി ആയിരിക്കും ഈ റോയൽ വരാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ഡിസംബർ താണ്ടി ഒരു റെഡ് ബണ്ണി ബണ്ടിലും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ അത് ബാക്കിയുള്ള ബണ്ണി ബണ്ടിലിന്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് ഉണ്ട്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ നമുക്ക് ഡേറ്റ് കിട്ടിയത് 4-ാം തീയതിയാണ്. ബട്ട് ഗേസ് മേ ബി നമുക്ക് നാളെ കാണാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഓക്കെ അതായത് ഡിസംബർ 3 അല്ലെങ്കിൽ 4 ഈ 2 ഡേറ്റിന് എന്തായാലും ഡിസംബർ 100% കൺഫേം ആണ് ഇത് വരുന്നുണ്ടാവും. സോ എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ നാളെ നമ്മുടെ ഇന്ത്യൻ സോണതോട് വേറെ ഒരു ഇവന്റ് തീരുന്നതാണ്. ഓക്കെ അതുകൊണ്ടാണ് ഈ ഒരു ഇവന്റ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡിസം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി മറക്കരുത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുപിടിക്കുന്ന ബണ്ടിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദീപാവലി കാർണിവൽ ഇവന്റ് വരെ തന്നെ വരാൻ വേണ്ടി പോകുന്ന കുറേ ബണ്ടിൽസ് ആണ്. ഗീസ് ഇവിടെ കുറേ ബണ്ടിൽസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മുടെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ബണ്ടിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇത് ഗോൾഡൻ ഷെയ്ഡ് ബണ്ടിൽ നമ്മൾ വേറെ ഒരു ഇവന്റ് വരെ തന്നെ പ്രതീക്ഷിച്ചാണ്. എന്നാലും ഗീസ് ഇത് ദീപാവലി കാർണിവൽ ആണ്, 99% ചാൻസ് കൂടുതൽ. ഓക്കെ അത് മാത്രമല്ല ഇതിപ്പോൾ നമ്മുടെ ആ ഒരു പണ്ടത്തെ ആ ഒരു ഇലക്ട്രിക് ഷോക്ക് ബണ്ടിൽസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് മാത്രമല്ല തൊട്ടിപ്പുറത്ത് തന്നെ ആ ഒരു ഡൈനോ ബണ്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഗീസ് നമ്മൾ വരുന്നുണ്ട്. ഗീസ് അത് മാത്രമല്ല പഴയതും ലെജൻഡറി ആയിട്ട് നിൽക്കുന്ന കുറേ അധികം ബണ്ടിൽസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ഇതിനകത്തോട് തന്നെ നമ്മുടെ ആർട്ടിക് ബ്ലൂ ബണ്ടിൽ വരാൻ വരെ ചാൻസ് ഉണ്ട്. ഓക്കെ സോ അത്രയ്ക്ക് ലെജൻഡറി ഉള്ള ഒരു ഇവന്റ് ആണ് ഗീസ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ദീപാവലി കാർണിവൽ ഇവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് മാത്രമല്ല നമ്മുടെ പണ്ടത്തെ കുറേ അധികം ഇൻക്യുബേറ്റർ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതായത് ഇത് നമ്മുടെ ഒരു ബാറ്റിൽ വൂൾഫ്, അത് മാത്രമല്ല ഇത് നമുക്ക് കുറേ അധികം ബണ്ടിൽസ് ഉണ്ട്. സോ ഇതെല്ലാം ഗീസ് നമുക്ക് ഈ ഒരു ഇവന്റ് വരെ തന്നെ വരുന്നതാണ്. ഇതുവരെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീഷർട്ട് വരാൻ വേണ്ടിയിട്ട് ചാൻസ് തീരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിൻഡർലാൻഡ് ഇവന്റ് വരെ തന്നെ വരാൻ പോകുന്ന 2 ഐറ്റംസ് ആണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീഷർട്ട് എന്ന് പറഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ അത് വരാൻ വേണ്ടി ചാൻസ് കുറവാണ്. ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലെജൻഡറി ഉള്ള ബണ്ടിൽസ് ആണ്. ദെൻ ഗേസ് കുറേ ലെജൻഡറി ഉള്ള ഗൺ സ്കിൻ വരുന്നുണ്ട്. സോ അതിൻ്റെ അകത്തോട്ട് തന്നെ റെയർ ഉള്ള ഗൺ സ്കിൻ വരുന്നുണ്ട്, റെയർ ഉള്ള ഇമോട്ട് പ്ലസ് ലെജൻഡറി ഉള്ള ഇമോട്ട്സും വരുന്നുണ്ട്. ഗൈസ് ഈ ഒരു ദീപാവലി കാർണിവൽ എന്ന് പറയുന്ന ഇവന്റ് വരെ തന്നെ ഗീസ് നമ്മുടെ പോക്കർ MP40 എല്ലാം വരുന്നതാണ്. അതായത് നമ്മുടെ ഒരു ഫ്ലാഷിംഗ് സ്പീഡ്, അതായത് നമ്മുടെ ഒരു യെല്ലോ MP40 സായുധം വരുന്നതാണ്. അത് മാത്രമല്ല ഗീസും കുറേ അധികം M1A87 ഗൺ സ്കിനും വരുന്നുണ്ട്. ഗീസും നമ്മുടെ അക്വാബാസ്റ്റ് ലേസറും ആ ഒരു അക്വാബാസ്റ്റിനെ തീമി വന്നേക്കുന്ന എല്ലാം ഗീസും നമ്മൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഗീസും ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക. ഇത് നിങ്ങളുടെ നേരത്തെയും അപ്ഡേറ്റ് ചെയ്തിരുന്നു. അത് മാത്രമല്ല ഒക്കാലിപ്റ്റിക് എന്ന് പറയുന്ന ഗീസും പണ്ടത്തെ നമ്മുടെ M1014ന്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് റെയർ ആയുള്ള ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഇതെല്ലാം ഗീസൊക്കെ നമുക്ക് വരുന്നുണ്ട്. സോ ആ ഒരു അപ്പോക്കാലിപ്റ്റിക്കിന്റെ എല്ലാ സീരീസും ഗീസും നമുക്ക് ഇതുവരെ തന്നെ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ഇതിനകത്തോട് തന്നെ പോക്കർ MP40 സഹിതം വരുന്നുണ്ട്. ഗീസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. നമുക്ക് ദീപാവലി കാർണിവൽ ഇവന്റ് വരുന്നതാണ് ഗീസും ഈ ഒരു മാസം ലാസ്റ്റ് വീക്കോടുകൂടി തന്നെ ആയിരിക്കും ഇത് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ എന്തായാലും മിഷന്മാരെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. നമുക്ക് അടുത്തൊരു അപ്ഡേറ്റ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിനകത്ത് ആഡാക്കാൻ പോകുന്ന ബണ്ടിൽസിനെ കുറിച്ചാണ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഗീസ് വന്നാണ്ട് ഈ ഒരു ബണ്ടിൽ. ഓക്കെ ഗീസും ഈ ഒരു മെയിൽ ബണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് വന്നിട്ടില്ലായിരുന്നു. ഗൈസ് ഈ ഒരു മെയിൽ ബണ്ടിൽ നമ്മുടെ ഇന്ത്യൻ സോണതോട് നമ്മുടെ സ്റ്റോറിനകത്ത് ആഡാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ തന്നെ ഒരു ഫീമെയിൽ ബണ്ടിൽ നിങ്ങൾക്ക്
കൂടി കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ഇതും ഗീസ് നമ്മുടെ ആ ഒരു സ്റ്റോറിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെ ടോട്ടൽ 6 ബണ്ടിൽസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. സോ അതിനകത്ത് വേറൊരു ബണ്ടിലാണ് ഇതെന്ന് പറഞ്ഞാൽ, സോ എൻ്റെ പേര് വെച്ചാൽ ജോക്ക് ഷോക്ക് എന്നാണ്. ഇസും കാണാൻ കിടക്കാശുള്ളൊരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് വരുന്നുണ്ട്. അത് മാത്രമല്ല ഇങ്ങനത്തെ ഒരു ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട്. ഇസുമിൻ്റെ ഹെയർ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. സോ കോസ്റ്റ്യൂം ഇസും കുഴപ്പമില്ല. ഓക്കെ, അത് മാത്രമല്ല എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത വേറൊരു ബണ്ടിലാണ് ഈ ഒരു ബണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബണ്ടിലും വരാൻ വേണ്ടി പോകുന്നുണ്ട്. അത് മാത്രമല്ല ഇങ്ങനത്തെ ഒരു ഫീമെയിൽ ബണ്ടിൽ വരുന്നുണ്ട്. എനിക്ക് 6 ബണ്ടിൽസ് ആണ് ടോട്ടലായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. സോ ഇതിനകത്തോട് ഇമോട്ട്സ് കാര്യങ്ങളൊന്നും തന്നെ കാണാൻ വേണ്ടി പറ്റത്തില്ല. എന്നാലും ഇത്രയും ബണ്ടിൽസ് നമ്മുടെ സ്റ്റോറിനകത്ത് ആഡ് ചെയ്യുന്നതാണ് ഫ്രണ്ട്സ്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചാൽ നമുക്ക് ഗിഫ്റ്റ് സ്റ്റോർ 50% ഓഫിന് വരുന്നില്ല ഈ വട്ടം. അപ്പം ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം ഗൈസ്. പിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിങ്ക് ഡയമണ്ട് സ്റ്റോറിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഗൈസ്. നമ്മുടെ പിങ്ക് ഡയമണ്ട് സ്റ്റോർ നമ്മുടെ ഇന്ത്യൻ ആണ്, അതുകൊണ്ട് 100% കൺഫേം ആണ്. എന്നാലും നിങ്ങൾ വിചാരിക്കുന്നത് ഇതുവരെ വരുന്നില്ലല്ലോ എന്ന് ഗൈസ്. നമുക്ക് ഇപ്പോൾ ലീക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് എടുക്കേണ്ട ലീക്കാണ്. ഇത് നമുക്ക് ഒക്ടോബർ മാസത്തിൽ വരാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്നാണ് അപ്ഡേറ്റും കാര്യങ്ങളായി കിട്ടിയിരിക്കുന്നത് ഗൈസ്. ആ ഒരു ഒക്ടോബർ മാസത്തിൽ എന്ന് വരുമെന്ന് നോ ഐഡിയ ഗൈസ്. നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ദീപാവലി ഇവന്റ് കൂടിയിട്ടാണ്. സോ അതുകൂടി തന്നെ പുതിയൊരു ടീം അല്ലെങ്കിൽ പുതിയൊരു സീസൺ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നൽകാൻ ചാൻസ് ഉണ്ട്. സോ ഇതുവരെ തന്നെ വരാൻ പോകുന്ന ബണ്ടിൽസ് ആണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റിൽ തന്നെ നമുക്ക് ലെജൻഡറി ആളതും മാത്രമല്ല അത്യാവശ്യം റെയർ ആയുള്ള ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ ഈ ഒരു പിങ്ക് ഡയമണ്ട് സ്റ്റോറിന് അതോട് തന്നെ കിട്ടുന്നതാണ്. സോ പിന്നീട് ഈസും അവർ ഓരോ OB47 മാത്രമല്ല OB48 അപ്ഡേറ്റ് വരുന്നതോറും ഈസും ഇവർ ആ ഒരു ലെജൻഡറി ഐറ്റംസിന്റെ ഒരു എണ്ണവും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതാണ്. സോ പിന്നീട് നല്ല പാടാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് പല മിഷൻസും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അങ്ങനെ നമുക്ക് ആ ഒരു പിങ്ക് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തെടുക്കാം. എന്തായാലും അതിന്റെ പേജും കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും. റെഡീം സെക്ഷൻ അതാണ് ഇത്രയും ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ പണ്ടത്തെ നമുക്ക് ആർട്സ് കണ്ടിട്ടായിരുന്നു ഇത് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കേണ്ടത്. ബട്ട് ഗൈസ് ഈ വട്ടം നമുക്ക് മിഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കണം ഇത് എടുക്കേണ്ടത്. ഓക്കെ, എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് അവർ ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക.